നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണെങ്കിൽ കൂടിയും പക്ഷേ ഇന്നത്തെ അതിഥിക്ക് ഒരു പ്രത്യേകത ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി ഈ പരിപാടിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ബജറ്റിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കാനുള്ളത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള എക്സ്പെക്റ്റേഷൻസ് അതിനകത്ത് ഉണ്ടാവും. ഒന്നാമത് ഈ സർക്കാർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ സർപ്രൈസുകൾ കാണിച്ചിട്ടുണ്ട്. സോ ഈ ബജറ്റും ആ നിലയ്ക്കുള്ള വളരെ പോപ്പുലർ സർപ്രൈസുകൾ പ്രകടമാക്കുന്ന ഒന്നായിരിക്കുമോ മിനിസ്റ്റർ? ബഡ്ജറ്റ് സർക്കാരിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ബഡ്ജറ്റായിരിക്കും. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, നമ്മുടെ വിദ്യാഭ്യാസം, അതുപോലെ പുതിയ വ്യവസായങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങൾ ശക്തിപ്പെടുത്തുന്നത്, ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതാണ്. വിഴിഞ്ഞം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ഉത്തരവാദിത്വം. അതിനനുസൃതമായി എല്ലാ മേഖലയിലും ബാധിക്കുന്ന, എല്ലാ മേഖലയിലും ഗുണമുണ്ടാക്കുന്ന, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പരമ്പരാഗത വ്യവസായ മേഖലയുടെ ഉൾപ്പെടെ എല്ലാ മേഖലയിലും പ്രത്യേകത കൊടുക്കുന്ന, ആധുനിക വിദ്യാഭ്യാസം ധാരാളം കിട്ടുന്ന ചെറുപ്പക്കാരുള്ള സ്ഥലമെന്ന നിലയിൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊതുക്കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണ സ്വീകരിക്കുന്നത്. ആ തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായി കേരളം മുന്നോട്ട് പോവുകയാണ് പല മേഖലകളിലും. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ പോസിറ്റീവായ ചിന്തകളും അഭിപ്രായങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് ബഡ്ജറ്റിൽ ഉണ്ടാവാനായിട്ട്. അല്ല, ബജറ്റിനെ കുറിച്ച് സാധാരണ നിലയ്ക്ക് ബജറ്റിനെ കുറിച്ച് പറയാൻ കഴിയുക കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഭാവനാസമ്പന്നമായ പരിപാടികളും പ്രഖ്യാപനങ്ങളും അതിലുണ്ടാവും. അത് സ്വാഭാവികം. അതിനപ്പുറം വലിയ ഹെഡ്ലൈനുകൾ ഉണ്ടാക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ചില സംഗതികൾ പ്രഖ്യാപിക്കുമോ, അപ്രതീക്ഷിതമായ സംഗതികൾ ഉണ്ടാകുമോ? സ്പെസിഫിക്കായി ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന സംഗതികളുണ്ടല്ലോ, വളരെ വേഗം അനുഭവേദ്യമാവുന്നവ. ആളുകൾക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ബഡ്ജറ്റിൽ പറയുന്നത്. ബഡ്ജറ്റ് ആകുമ്പോൾ അതിനപ്പുറം പറയാൻ പറ്റില്ലല്ലോ. വളരെ സന്തോഷം ഉണ്ടാവുന്ന, കേരളത്തിന് വലിയൊരു മുന്നോട്ട് പോക്കിന് സഹായകരമായ ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന കാലത്തിലേക്ക് വന്നപ്പോഴാണ് ലാസ്റ്റ് ഒരു ക്യാബിനറ്റ് വളരെ പെട്ടെന്ന് ഈ ക്ഷേമ പദ്ധതികളുടെയൊക്കെ ഒരു വിഹിതം കൂട്ടി വലിയ പ്രഖ്യാപനം നടത്തിയത്. അത് ആ നിലയ്ക്ക് ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടു. അത് വലിയ തോതിൽ ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വളരെ പെട്ടെന്ന് പ്രഖ്യാപനത്തിൻ്റെ പിറ്റേന്ന്, ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്, ഗുണഭോക്താക്കളെ സൃഷ്ടിക്കുന്ന വേഗം അനുഭവേദ്യമാവുന്ന സംഗതികളായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുക അല്ലേ? സാധാരണഗതിയിലൊരു ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ട് അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ ജനങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്താ പറയുക? പ്രതിപക്ഷം പറയും ഇത് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് നടത്താനുള്ള കാര്യമല്ലേ, അതുകൊണ്ട് അതിനത്രയും വിശ്വാസ്യതയില്ല, ഇവർ മനഃപൂർവ്വം ഒരു ഗിമ്മിക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി സമയത്തിലധികം ഈ ബാധ്യത ഏറ്റെടുത്ത് ചെയ്യാൻ ഈ സർക്കാരിന് ശേഷിയുണ്ട്, അതിന് ആത്മാർത്ഥതയുണ്ട് എന്ന് പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് അത് കൃത്യമായി നടത്തുന്നതാണ്. ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത, ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ തരത്തിലേക്കുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളം നടപ്പിലാക്കുന്നത്. അതിനകത്ത് കണക്റ്റ് വർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിലിലേക്ക് പരിശീലനത്തിന് അല്ലെങ്കിൽ തൊഴിലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു കണക്ഷനാണ് CM's കണക്റ്റ് വർക്ക്. അതിൻ്റെ ഔപചാരികമായ റോൾ ഔട്ട് ഇന്നാണ് നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്ന, എല്ലാ മാസവും കൊടുക്കുന്ന പദ്ധതി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഈ സമയത്ത് തന്നെ നടപ്പിലാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കുകയാണ്. ഓരോ ദിവസവും പ്രഖ്യാപനത്തിലല്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഈ സർക്കാർ. അല്ലാതെ വർഷങ്ങളോളം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഇരിക്കുന്നൊരു സമീപനമല്ല ഉള്ളത്. അതുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് ശക്തമായ സാമ്പത്തികമായ സംവിധാനങ്ങൾ വേണം, അടിത്തറ വേണം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനൊപ്പം ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. കാരണം ഇനിയിപ്പോൾ എന്താ പ്രഖ്യാപിക്കാനുള്ളതെന്നാണ് ആളുകളുടെ മനസ്സിലുള്ള, ഇനി എന്താ പ്രഖ്യാപിക്കാനുള്ളത് എന്ന നിലയിൽ തന്നെയാണ് ഇതെല്ലാം. ക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതികൾക്കകത്തൊക്കെ സർക്കാർ അതിന്റെ വാഗ്ദത്തം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ല. പക്ഷേ ക്ഷേമ പെൻഷൻ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പത്തെ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചിട്ട് അടുത്ത ഏപ്രിൽ തൊട്ടെന്ന് പറയുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒറ്റ കാര്യത്തിനും വേറൊരു ലീഡിങ്ങോ വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എപ്പോഴും ബഡ്ജറ്റിന് തൊട്ടുമുമ്പ് ധനമന്ത്രിമാരെല്ലാ മീഡിയകളോട് സംസാരിക്കാറുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം പോസിറ്റീവായൊരു ഡയറക്ഷൻ അല്ലാതെ നമുക്ക് സ്പെസിഫിക് ചെയ്യുന്ന കാര്യമൊന്നും പറയാറില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ പ്രസംഗത്തിലുൾപ്പെടെ
വിവാദപരമായ ചില കാര്യങ്ങളുണ്ടായി. എന്താ കാര്യം? നമ്മൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്, വലിയ തോതിലുണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതിനെ സംബന്ധിച്ച് ഫിസ്ക്കൽ ഫെഡറലിസത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ഗവർണർ ആ ഭാഗം ഒഴിവാക്കി വായിച്ചു. നമ്മുടെ പൊളിറ്റിക്കൽ അഭിപ്രായം ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് അത് ഗവർണർ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒറിജിനലായി കൊടുത്ത ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗം തന്നെ അംഗീകരിച്ചത്. തമിഴ്നാട്ടിലാണെങ്കിൽ അത്ര പോലും അതിനപ്പുറം ഗവർണർ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം പല സംസ്ഥാനങ്ങളിലുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ത്യയിലെ വാരിക്കോരി ലഭിക്കുന്ന സൗകര്യങ്ങൾ കിട്ടുന്ന സ്റ്റേറ്റുകളെക്കാളും മോശമാവാതെ അതിനേക്കാളും മെച്ചമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതിശക്തമായിട്ട് ഇനിയും നമ്മുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുത്തി മുന്നോട്ട്